ഹായ് ഓൾ, വെൽക്കം ടു എവി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വാക്ക് കൈസൺ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഇത് ലോകത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു വാക്കാണ്. ഇതൊരു ജാപ്പനീസ് വാക്കാണ്. ജാപ്പനീസിൽ നിന്നാണ് ഇംഗ്ലീഷിലോട്ട് ഇത് മാറിയത്. ഈ വാക്ക് കൂടുതൽ പ്രചാരത്തിൽ വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. ജപ്പാനിലെ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച വാക്കാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ നല്ലതിനെ അല്ലെങ്കിൽ നിരന്തരമായ പുരോഗതിയുടെ തത്വം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മാർഗം ഉപയോഗിച്ച് വിജയിച്ച ഒരു കമ്പനിയാണ് ടൊയോട്ട. ഇന്ന് വാഹന മാർക്കറ്റിലെ ഒരു പ്രധാന ഭീമനാണ് ഈ കമ്പനി. ഈ കമ്പനിയിലെ വാച്ചർ മുതൽ ഏറ്റവും തലപ്പത്തുള്ള മേധാവി വരെ ഈ തത്വം അവരുടെ ജീവിത രീതിയാക്കുന്നു. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പുരോഗതി കൈവരിക്കാൻ പ്രാപ്യമാകാത്ത എല്ലാറ്റിനെയും ഉപേക്ഷിക്കാനും അതേപോലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നവനീതമായ കാര്യങ്ങൾ ചെയ്യാനും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. കൈസൺ ഉപയോഗിക്കുമ്പോൾ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല. ഓരോ കാര്യങ്ങളുടെയും എല്ലാ വശങ്ങളും നോക്കി അതിന് നമ്മുടെ കമ്പനിക്ക് അപ്രാപ്യമാകുന്ന രീതിയിൽ അതുപോലെ അങ്ങനത്തെ തീരുമാനങ്ങൾ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് നമ്മുടെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഈ രീതിയിൽ അത് നടക്കില്ല. ഇതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ടൊയോട്ടോ എന്ന കമ്പനി. ഇവിടെ നമ്മൾ PDCA വൃത്തം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പി എന്നാൽ പ്ലാനിങ്. നമ്മുടെ ഭാവി എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നതാണ് പ്ലാനിങ്. ഓരോ പദ്ധതികൾ തുടങ്ങുമ്പോഴും അത് എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത് എന്നതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ന്യൂ ഇയറിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് പുതിയ ബിസിനസ് തുടങ്ങണം, വ്യായാമം തുടങ്ങണം എന്നതൊക്കെ. ഇതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്തത് ഡി എന്നാൽ ഡു. നമ്മൾ പിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഡിയിലാണ് നടപ്പാക്കുക. ഇവിടെ അളക്കാനുള്ള ഉപകരണങ്ങൾ കൂടി നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്മാർട്ട് വാച്ച്. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ എത്ര സമയം വർക്കൗട്ട് ചെയ്തു, എത്ര കാലറി ബേൺ ചെയ്തു, അതേപോലെ എത്ര വെയിറ്റ് കുറഞ്ഞു എന്നതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അത് അളക്കാനുള്ള ഉപകരണങ്ങൾ കൂടി നമുക്ക് വേണം. ഡി എന്നാൽ ചെക്ക് ഡി. ഡിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ആവശ്യത്തിന് പറ്റുന്ന അളവിൽ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ഡി. അവിടെ നമ്മൾക്ക് ഉദ്ദേശിച്ച ഫലം നമുക്ക് ലഭിച്ചോ എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നുണ്ടോ എന്ന് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇല്ലെങ്കിൽ കാര്യങ്ങൾ പുനരാസൂത്രണം ചെയ്യുന്നതിനുള്ള സമയമാണ് ഇത്. ഡിയിൽ ചെയ്ത കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ എയിൽ മാറ്റങ്ങൾ വരുത്താം. ഉദാഹരണത്തിന് എന്നും രാവിലെ അരമണിക്കൂർ ഓടാൻ തീരുമാനിക്കുന്നു. എന്നാൽ പിയിലെ പദ്ധതികൾ മാരത്തോണിനായി 1 മണിക്കൂർ ഓടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ ഡി ഘട്ടത്തിൽ അരമണിക്കൂറിന് പകരം 1 മണിക്കൂർ ഓടുന്നു. 1 മാസത്തിന് ശേഷം സി ഘട്ടത്തിൽ ഈ 1 മണിക്കൂർ ഓട്ടത്തിന് മെച്ചമുണ്ടോ എന്ന് പരിശോധിച്ച് കൂടുതൽ തീരുമാനമെടുക്കുന്നു. എന്തായാലും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക എന്നത് തന്നെയാണ് മുഖ്യം. അതിൽ മാറ്റങ്ങൾ വരുത്തി മുന്നേറുക.